അമ്മ വഴിയെ 7-ാം ദിവസം ആത്മനിറവ് പ്രാപിക്കാം. നിയോഗം: പരിശുദ്ധ അമ്മയുടെ ശക്തിയേറിയ മധ്യസ്ഥതയ്ക്ക് തിരുസഭയെ നമുക്ക് സമർപ്പിക്കാം. ഏറ്റുപറയേണ്ട വചനം ലൂക്ക 1:35. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇന്നത്തെ ത്യാഗപ്രവൃത്തി പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗാനം ആലപിച്ച് 10 മിനിറ്റ് സമയം സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ പിറന്നാൾ നാളെ നമ്മൾ ആഘോഷിക്കുകയാണ്. അമ്മയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്ന ദിവസമാണ് നാളെ പരിശുദ്ധ അമ്മയുടെ ജന്മദിനം. ഈ ബർത്ത്ഡേ മനോഹരമാക്കുവാൻ, നമുക്ക് ഏറ്റവും ഹൃദയം നിറഞ്ഞ് അമ്മയ്ക്ക് സമ്മാനം നൽകുവാൻ ഈ 8 ദിവസം നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുകയായിരുന്നു. ഇന്നേ ദിവസം പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ആത്മചൈതന്യം നമ്മിൽ നിറയണമേ എന്ന് ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മശക്തി നഷ്ടപ്പെടാൻ ഇടയാകരുതേ എന്നാഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ആത്മനിറവിൽ ജീവിക്കാൻ പരിശുദ്ധ സഭയെ, സഭയുടെ പിതാക്കന്മാരെ, സഭയുടെ വൈദികരെ, സഭയുടെ സന്യാസിനികളെ, സഭയുടെ പ്രേക്ഷിതരെ, സഭയുടെ പ്രേക്ഷിത ശുശ്രൂഷകളെ, സഭയുടെ അൽമായ പ്രവർത്തകരെ, സഭയിലെ എല്ലാ അംഗങ്ങളെയും ദൈവത്തിൻ്റെ ആത്മാവെ നിറഞ്ഞ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ചൈതന്യത്തെക്കുറിച്ചാണ്. ലൂക്ക 1:35 നമ്മളിങ്ങനെ വായിക്കും: പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ നിഴൽ, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പൊരുന്നയിരുന്നു. അവളിൽ നിന്ന് ദൈവപുത്രൻ ജനിച്ചു. പരിശുദ്ധ അമ്മയിൽ അടയിരുന്ന, പരിശുദ്ധ അമ്മയിൽ കവിഞ്ഞു നിന്ന അതേ ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ പറഞ്ഞ ഭൂമിക്ക് മീതെ അടയിരുന്ന, ചലിച്ചുകൊണ്ട് നിന്ന ആത്മചൈതന്യം, അതേ വാക്കു തന്നെയാണ് പരിശുദ്ധ അമ്മയോടുള്ള ഈ ബന്ധത്തിലും ഈ വാക്യത്തിലും ഉപയോഗിക്കുക. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, നിൻ്റെ മേൽ ഇങ്ങനെ വന്ന് അടയിരിക്കും. പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് വലിയ റിസൾട്ട് ഉണ്ടാകും. ദ സൊല്യൂഷൻ ടു എവറി പ്രോബ്ലം ഇൻ ദിസ് വേൾഡ് ഇസ് ദ ഹോളി സ്പിരിറ്റ്. നമുക്കതറിയാം. പരിശുദ്ധാത്മാവാണ് എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ചു തരുന്നത്. ഈ ആത്മശക്തിയുള്ളവർക്ക് മാത്രമേ ഈ ഭൂമിയുടെ പ്രതിസന്ധികളെ നേരിടാനുള്ള കരുത്ത് കിട്ടൂ. അതുകൊണ്ട് ഇന്ന് അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ അനോയിൻറ്റിങ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നാളെ അമ്മയുടെ പിറന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ അമ്മയുടെ സ്വർഗത്തോടൊത്ത് സന്തോഷിക്കാൻ നമുക്കും വഴി തുറന്ന് കിട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് പ്രത്യേകമായിട്ട് തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തിരുസഭയുടെ പിതാക്കന്മാരെ സമർപ്പിക്കാം, പൗരോഹിത്യത്തെ സമർപ്പിക്കാം, എല്ലാ നേതൃത്വത്തിൽ നിൽക്കുന്നവരെ, അൽമായ പ്രേക്ഷിതരെ, പ്രേക്ഷിത ശുശ്രൂഷകളെ പരിശുദ്ധ സഭയോട് ചേർന്ന് നമുക്ക് ശക്തമായൊരു ആത്മനിറവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഓ പരിശുദ്ധ അമ്മേ, മാതാവേ, സഭയുടെ മാതാവേ, സഭയ്ക്ക് വേണ്ടി അടിയങ്ങൾ കരങ്ങൾ വിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അമ്മ കൂടെ ഇരിക്കണമേ. അമ്മയുടെ നീലക്കാപ്പായിൽ സഭയിലെ എല്ലാ ശുശ്രൂഷകളെയും പൊതിയണമേ. ദുഷ്ടൻ നോട്ടമിടാൻ അനുവദിക്കരുതേ. ഭിന്നതയുടെ അരൂപികളെ അമ്മ തകർക്കണമേ. അമ്മ സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ട് സഭാമക്കളെ പോറ്റി പുലർത്തുന്നുവല്ലോ. ഐക്യത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുവാൻ അമ്മ ഈ സഭയിലെ എല്ലാ ശുശ്രൂഷകരെയും ഒരുക്കണമേ. പ്രത്യേകിച്ച് എല്ലാ ഇടവകകളെയും, എല്ലാ കൂട്ടായ്മകളെയും, സഭകളെയും, പരിശുദ്ധ കത്തോലിക്ക സഭയുടെ കീഴിൽ കൂട്ടായ്മയിൽ, സാർവത്രിക കൂട്ടായ്മയിലായിരിക്കുന്ന സഭകളെയും, ആഗോള ക്രൈസ്തവ സഭകളെയും പ്രത്യേകമാം വിധം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയെ ആത്മശക്തിയാൽ അഭിഷേകം ചെയ്യണമേ. റൂഹായെ അയക്കണമേ. നിത്യസഹായകനെ പാറക്കലേത്ത അവിടുന്ന് ഞങ്ങളോടൊപ്പം വസിക്കണമേ. ഈശോമിശിയുടെ എല്ലാ വാഗ്ദാനങ്ങൾക്ക് യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ
പരിശുദ്ധാത്മാവിൻ്റെ ഈ ശക്തി നമുക്കറിയാം, ആത്മശക്തി ഇതുണ്ടെങ്കിൽ കേടുവരാതെ ദൈവത്തിൻ്റെ കൃപ നമ്മളെ പൊതി, കേടുവരാതെ. ഞാനത് പറയാൻ കാര്യമുണ്ട്. നമുക്ക് പഴയ നിയമത്തിൽ പഴയ നിയമത്തിലെ മന്നയുടെ ലൈഫ് നമുക്കറിയാം. 24 മണിക്കൂർ കഴിഞ്ഞാൽ പുഴു പിടിക്കുന്ന സാധനമാണ് ഈ മന്ന. പഴയ നിയമത്തിലെ മന്ന ദൈവം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കാനാൻ നാട്ടിലേക്ക് പോയ ജനതയ്ക്ക് ഭക്ഷണമായി കൊടുത്തതാണ്. ആദ്യമേ അവർ വളരെ ആനന്ദത്തോടെ സന്തോഷത്തോടെ തേനൊക്കെ ചേർത്ത് ഇത് കഴിച്ചു. അപ്പോൾ ഇത് പൊഴിഞ്ഞു കിട്ടിയപ്പോൾ മോശ സ്വർഗത്തിൽ നിന്ന് എത്തിച്ച ഈ അപ്പത്തിൽ ആനന്ദിച്ച് അവരിത് ശേഖരിച്ച് വെക്കാൻ തുടങ്ങിയപ്പോൾ മോശ പറഞ്ഞു, 24 മണിക്കൂർ കഴിഞ്ഞാൽ ഈ മന്ന കേടുപിടിക്കുമേ. പക്ഷേ ഇത് കൂട്ടാക്കാതെ കുറേ ആൾക്കാർ ഈ മന്ന വാരിക്കോരി ചാക്കിനകത്താക്കി വീട്ടിൽ കൊണ്ടുപോയി കൂടാരത്തിലൊക്കെ വെച്ച്. എന്താ സംഭവിച്ചത്? രാത്രിയുടെ ഒരു യാമം കഴിഞ്ഞപ്പോൾ പുഴുക്കൾ അങ്ങിങ്ങായിട്ട് ഇഴയാൻ തുടങ്ങി. കാരണം പഴയ നിയമത്തിലെ മന്നായ്ക്ക് ലൈഫ് 24 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ നാം ശ്രദ്ധിക്കണം, ഇതേ മന്ന ഇവർ ഈ വാഗ്ദാന പേടകത്തിൽ ഒരു സ്വർണ്ണ കലശത്തിലെടുത്ത് വെച്ച് ഇത് ഇവർ ചുമന്നുകൊണ്ട് 40 വർഷം നടന്നു, വാഗ്ദത്ത നാട്ടിലെത്തി. എന്നിട്ടും ഈ മന്നായിക്ക് മാത്രം പുഴു പിടിച്ചില്ല, ഈ മന്ന കേടുവന്നില്ല. വളരെ നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ മന്ന കേടുകൂടാതെ ഈ കലശത്തിലുണ്ടായത്? ബാക്കി മന്ന ശേഖരിച്ചത് കൂടാരത്തിൽ കൊണ്ടുപോയതെല്ലാം കേടുവന്നു. പക്ഷേ ഈ മന്ന കേടുവരാതെ 40 വർഷം കൂടെ ഉണ്ടായിരുന്നു. എന്താ കാര്യം എന്നറിയാം? കാര്യം ഇത്രയേ ഉള്ളൂ. ഈ മന്ന സൂക്ഷിച്ചിരുന്ന വാഗ്ദാന പേടകത്തിൻ്റെ മീതെ കൃപാസനം, ഹിലസ്റ്റേരിയോൻ, ദൈവത്തിൻ്റെ പരിശുദ്ധമായ സിംഹാസനത്തിൽ ഇരുവശത്തും കെരൂബുകൾ ചിറകു വിരിച്ചു നിന്നിരുന്നു. ഈ നിഴൽ പതിക്കുന്നിടത്ത് യഹൂദൻ്റെ വിശ്വാസം അവിടെ ദൈവം ഇറങ്ങി വരുമെന്നാണ്. സീനായിൽ പ്രത്യക്ഷപ്പെട്ട അഗ്നിയായ ദൈവത്തിന് രൂപമില്ല. അതുകൊണ്ട് ഈ കൃപാസനത്തിൽ ദൈവം ഇറങ്ങി വന്നിരിപ്പുണ്ട് എന്ന് അവൻ വിശ്വസിക്കുന്നു. ഇത് അഗ്നിയായ ദൈവമാണ്. അവർക്ക് ഈ സീനായിൽ മലയുടെ മുകളിൽ മുൾപ്പടർപ്പിൽ തെളിഞ്ഞ അഗ്നിയാണ്. ഈ അഗ്നിയാണ് ഇവർ ചുമന്നുകൊണ്ട് നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ അഗ്നി പൊതിഞ്ഞു നിന്നതുകൊണ്ടാണ് ഈ മന്ന മാത്രം കേടുകൂടാതെ ഇരുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന പാഠം, നമ്മുടെ സാധാരണ ജീവിതത്തിലെ മന്ന 24 മണിക്കൂറിനുള്ളിൽ കേടുവരാവുന്ന ജീവിത സാഹചര്യങ്ങൾ, 24 മണിക്കൂറിനുള്ളിൽ ജീർണിച്ചു പോകാവുന്ന ജീവിതാവസ്ഥകൾ, ആയുസ്സില്ലാത്ത അല്പായുസ്സുകളായ ജീവിത സാഹചര്യങ്ങൾ. പക്ഷേ ഇതിൻ്റെ മീതെ ഈ അഗ്നി പൊതിഞ്ഞു നിന്നാലുണ്ടല്ലോ, ഇതിന് കാതങ്ങൾ സഞ്ചരിക്കാനുള്ള കഴിവുണ്ടാവും. ഇതിൽ കേടുവരില്ല. ഈ ജീവിതങ്ങളെ പൊതിയേണ്ട ഒരു അഗ്നിയുണ്ട്, നമുക്ക് മീതെ നിൽക്കേണ്ട ഒരു തീയുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ നമുക്ക് പരിശുദ്ധ അമ്മ തരാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ആ വചനം പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മൾ ധ്യാനിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് ശക്തി പൊരുന്നയിരിക്കുമ്പോൾ, ആവസിക്കുമ്പോൾ, ഈ അഗ്നി പൊതിയുമ്പോൾ ജീർണതകൾ സംഭവിക്കാതെ കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാകും, സഭയുടെ ജീവിതത്തെ കൊണ്ടുപോകാനാകും. കേടുവരാതെ സഭയെ സൂക്ഷിക്കുന്നത് ഈ അഗ്നിയാണ്. കേടുവരാതെ ഈ സഭയെ, ഈ മന്നായെ സൂക്ഷിക്കുന്നത് ഈ അഗ്നിയാണ്. അതിനാൽ ഈ അഗ്നി പൊതിയാൻ ആഗ്രഹിക്കണം. ഈ അഗ്നി പൊതിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ വാഗ്ദത്ത നാട്ടിലെത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. നമുക്കതിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ അതുകൊണ്ടാണ് പാളിപ്പോയ ശിഷ്യന്മാരെ മുഴുവനും ചേർത്ത് പിടിച്ച് ഈ അഗ്നിക്ക് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിച്ചത്. സെഹ്യോനൂട്ടുശാലയിൽ അവരെ ചേർത്ത് പിടിച്ച് ഈ അഗ്നിക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊടുവിൽ അഗ്നി ഇറങ്ങി അവർ ഓരോരുത്തരുടെ മേലും അഗ്നിനാളങ്ങൾ ഇങ്ങനെ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. പിന്നീട് അവർ ലോകത്തിലേക്ക് ഇറങ്ങി. ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന മനുഷ്യനിതാ ഞങ്ങളുടെ ഇടയിലും എത്തി എന്ന് ലോകം അവരെ കണ്ടു പറഞ്ഞു.
ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന മനുഷ്യർ ഞങ്ങളുടെ ഇടയിലും വന്നു തുടങ്ങി എന്നവർ പറയാൻ കാര്യം എന്താണെന്നറിയാമോ? ഈ അഗ്നിയാണ്. അല്ലെങ്കിൽ 24 മണിക്കൂറുടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ശിഷ്യന്മാർ അവരുടെ വഴിക്ക് പോയനെ. പ്രിയപ്പെട്ടവർ, ഈ അമ്മ അവരെ പിടിച്ചു നിർത്തിയിട്ട് ഈ അഗ്നി ഇവരുടെ മേൽ ഇറങ്ങുമെന്നുറപ്പുള്ള അമ്മ ഇവരെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരിരുന്നു അമ്മയോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ച് അവർ ഈ അഗ്നിയെ ആവഹിച്ചെടുത്തു. അതുകൊണ്ട് ഈ അമ്മയോട് പ്രാർത്ഥിക്കണം ആത്മനിറവിന് വേണ്ടി. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളിൽ നിറയണമേ. ഈ പ്രാർത്ഥന സഭയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ കൂടെ ചൊല്ലണം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ സഭയിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ സഭയിൽ നിറയണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഈ സഭ നഷ്ടപ്പെട്ടു പോയാൽ നെഞ്ചിലൊരു വേദന ഉണ്ടാവില്ലേ? നമ്മുടെ പ്രിയപ്പെട്ട സഭ അതിൽ വിഘടനങ്ങൾ സംഭവിക്കുമ്പോൾ, ചുഴിക്കുത്തുകൾ സംഭവിക്കുമ്പോൾ, ദൈവമക്കൾ ഈ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവർ, എന്ത് കാരണത്താലാണെങ്കിലും നോവുന്ന ഒരമ്മ മനസ്സുണ്ടാകും. അതുകൊണ്ട് അമ്മയോട് ചേർന്ന് വേദനയോടെ നമ്മൾ ഈ ആത്മശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആൻഡ് ഹീ ഈസ് ദ ഓൺലി സൊല്യൂഷൻ ടു ദ പ്രോബ്ലം ഓഫ് ദ വേൾഡ് ആസ് വെൽ ആസ് ദ ചർച്ച്. പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാഠം കുരിശിൻ്റെ ചുവട്ടിലെ ഒരു പാഠമാണ്. യോഹന്നാൻ്റെ സുവിശേഷം, അതേക്കുറിച്ച് സെയിൻറ്റ് അഗസ്റ്റിനൊക്കെ പറയുന്നത്, ഈ സുവിശേഷം ഇത് ഒരു മാന്ത്രിക സുവിശേഷമാണ്. ഇതൊരു മാന്ത്രിക കുളമാണെന്നാണ് അദ്ദേഹം പറയുക. കാരണം ഇതിനകത്ത് ഈ കുളത്തിൽ ഒരു ആനയ്ക്കും ഇറങ്ങി കുളിക്കാം, ഒരു കുഞ്ഞിനും ഇറങ്ങി കുളിക്കാം. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകും. എന്നാൽ അതിൻ്റെ അർത്ഥതലങ്ങളും ആഴങ്ങളുമൊക്കെ അത് വളരെ ആഴപ്പെട്ടതായതുകൊണ്ട് നമുക്ക് അതിൻ്റെ വിസ്മയങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഒരു വാക്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് കുരിശിൻ്റെ ചുവട്ടിലെ വാക്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 30-ാം തിരുവചനം. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. ഈ വാക്യമാണ് കുരിശിൻ്റെ ചുവട്ടിലെ അമ്മയോടൊപ്പം നമ്മൾ ധ്യാനിക്കുന്നത്. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് ആത്മനിറവിന് വേണ്ടി ഒരുങ്ങണം. പ്രിയപ്പെട്ടവരെ, അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ കുഞ്ഞു മനസ്സ് മനസ്സിലാക്കുന്നത് ഈശോ മരിച്ചു എന്നാണ്. അതാണ് അതിൻ്റെ ആത്യന്തികമായ അർത്ഥവും. എന്നാൽ യോഹന്നാൻ ശ്ലീഹ വേറൊരർത്ഥം കൂടി ഇതിനകത്ത് തിരികെ വെക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തുന്നത് അതിൻ്റെ ഗ്രീക്ക് ഭാഷയുമായി ബന്ധപ്പെടുത്തി ധ്യാനിക്കുമ്പോഴാണ്. പാരാദീതുമി എന്നൊരു വാക്കാണ് ഉപയോഗിക്കുക. പാരാദീതുമി എന്ന് പറഞ്ഞാൽ ഹി ഹാൻഡഡ് ഓവർ ദ സ്പിരിറ്റ്. ഇംഗ്ലീഷിൽ ഇങ്ങനെ വേണമെങ്കിൽ തർജ്ജിമ ചെയ്യാം, ഹി റിക്ലൈൻഡ് ഹിസ് ഹെഡ് ആൻഡ് ഹാൻഡഡ് ഓവർ ദ സ്പിരിറ്റ്. ഈശോ തല ചായ്ച്ച് ആത്മാവിനെ കൈമാറി. വളരെ അർത്ഥപൂർണമായൊരു വാക്കാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. കാരണം യോഹന്നാൻ ശ്ലീഹയുടെ ഭാഷ്യമനുസരിച്ച് കുരിശിൽ അവൻ ഉയർത്തപ്പെട്ടതോടുകൂടി അവിടെ കുരിശുമരണം, രക്ഷ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്, അവൻ സ്വർഗത്തിലേക്കുള്ള ആരോഹണം, അതുവഴി പരിശുദ്ധാത്മാവിൻ്റെ പെന്തക്കൊസ്ത, ഇതെല്ലാം ഈ വാക്യത്തോടുകൂടി സമാപിക്കുകയാണ്. യോഹന്നാൻ്റെ ഭാഷ്യമനുസരിച്ച് കുരിശിൽ അവൻ ഉയർത്തപ്പെട്ടപ്പോൾ ഈ സ്വർഗാരോപണവും പെന്തക്കൊസ്തായും എല്ലാം കഴിഞ്ഞു. ആ വാക്കിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിച്ചാൽ, പ്രിയപ്പെട്ടവരെ, അമ്മ നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാഠമുണ്ട്. ഹി റിക്ലൈൻഡ് ഹിസ് ഹെഡ്. റിക്ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചാരുകസേര, റിക്ലൈനിങ് ചെയർ. ഈ ചാരുകസേരയിൽ നമ്മൾ സാധാരണ തല ചായ്ക്കുന്നത് മുന്നോട്ടല്ല, പിന്നോട്ടാണ്. ചാരുകസേരയിൽ ആരും മുന്നോട്ട് തല ചായ്ക്കാറില്ല. യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, അവൻ പിന്നിലേക്ക് തല ചായ്ച്ചു. അങ്ങനെ പറയുമ്പോൾ
ഈശോയുടെ തലയ്ക്ക് പിന്നിൽ കുരിശിൽ കിടക്കുമ്പോഴും അവൻ്റെ തലയ്ക്ക് പിന്നിൽ എന്തായിരുന്നു എന്ന് വ്യക്തമായി യോഹന്നാൻ എഴുതുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ, യോഹന്നാൻ 1:18 വാക്യത്തിൽ പുത്രൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് യോഹന്നാൻ എഴുതി വെക്കുന്നു. പുത്രൻ ഇരിക്കുന്നത് അപ്പൻ്റെ മടിയിലാണ്. ഇങ്ങനെയാണ് വചനം: ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന, അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഇങ്ങനെയാണ്: പിതാവിൻ്റെ മടിയിലേക്കിരിക്കുന്ന മകൻ എന്ന് പറഞ്ഞാൽ ഈ അപ്പൻ്റെ മടിയിലാണ് എപ്പോഴും മകൻ. അപ്പൻ്റെ മടിയിലിരിക്കുന്ന മകൻ. അങ്ങനെയെങ്കിൽ കുരിശിലാണെങ്കിലും അവൻ അപ്പൻ്റെ മടിയിൽ തന്നെയാണ്. എന്നിട്ട് യോഹന്നാൻ പറയുകയാണ് അവസാനം, അവൻ പിന്നിലേക്ക് തല ചായ്ച്ചു. അങ്ങനെയെങ്കിൽ അവൻ്റെ തല ചെന്ന് എവിടെയാണ് മുട്ടുക? അപ്പൻ്റെ നെഞ്ചിലാണ് മുട്ടുക. അപ്പൻ്റെ നെഞ്ചിൽ, പിതാവിൻ്റെ നെഞ്ചിൽ വേദനയുടെ കുരിശിൽ കിടന്ന് പിടയുമ്പോൾ അവൻ പിന്നിലേക്ക് തലചായ്ച്ചു എന്ന് പിതാവിൻ്റെ നെഞ്ചിൽ അവൻ്റെ തല ചെന്ന് മുട്ടി. വീണ്ടും ഈ അപ്പൻ്റെ നെഞ്ചിൽ എന്താണ് ഇരിക്കുന്നതെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ യോഹന്നാൻ എഴുതി വെക്കുന്നുണ്ട്. ഇതെല്ലാം വളരെ അർത്ഥപൂർണമായി യോഹന്നാൻ പഠിപ്പിക്കുന്ന പാഠങ്ങളാണ്. യോഹന്നാൻ 15-ന്റെ 26-ാം പറയുകയാണ്: ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. പിതാവിൻ്റെ നെഞ്ചിലിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത് അവൻ ഇരിക്കുന്നത് അപ്പൻ്റെ മടിയിലാണ്. അവൻ അപ്പൻ്റെ മടിയിലിരുന്ന് പിന്നിലേക്ക് തല ചായ്ച്ചു. ഹി റിക്ലൈൻഡ് ഹിസ് ഹെഡ്. പിന്നെ പറയുകയാണ്, അപ്പൻ്റെ നെഞ്ചിൽ നിന്ന് ആത്മാവിനെ സ്വീകരിച്ചിട്ട് അടുത്ത വചനം, ഹി ഹാൻഡഡ് ഓവർ ദ സ്പിരിറ്റ്. അവൻ കൈമാറി. പാരാദീതുമി എന്ന് പറഞ്ഞാൽ അവൻ ആത്മാവിനെ കൈമാറി. ആർക്ക്? ഈ കുരിശിൻ്റെ ചുവട്ടിൽ 2 പേർ നിൽപ്പുണ്ട്, ഒരാണും ഒരു പെണ്ണും. ആദിമസഭയുടെ പ്രതീകങ്ങളാണ്. അതുകൊണ്ടാണ് അവർക്ക് പേരിട്ടിട്ടില്ല. ഒരാളുടെ പേര് യേശുവിൻ്റെ അമ്മ, നസ്രത്തിലെ മറിയമെന്നല്ല, യേശുവിൻ്റെ അമ്മ. മറ്റേയാളിൻ്റെ പേര് യേശു സ്നേഹിച്ച ശിഷ്യൻ. യേശു സ്നേഹിക്കാത്തതായിട്ട് ഏതെങ്കിലും ശിഷ്യന്മാരും ഇത് കേൾക്കുന്നുണ്ടോ? എല്ലാ ശിഷ്യന്മാരും കുരിശിൻ്റെ ചുവട്ടിലുണ്ട്. എല്ലാവരെയും യേശു സ്നേഹിക്കുന്നുണ്ട്. ആദിമസഭയുടെ പ്രതീകങ്ങളായി പേരിടാത്ത, മാമോദീസായ്ക്ക് മുൻപ് നിൽക്കുന്ന 2 പേരാണ്. അവൻ തൻ്റെ ആത്മാവിനെ അവർക്ക് കൈമാറി. ആദിമസഭയുടെ അനോയിൻറ്റിങ്, ആദിമസഭയുടെ പെന്തക്കോസ്ത. യോഹന്നാൻ്റെ ഭാഷ്യമനുസരിച്ച് പരിശുദ്ധ അമ്മയ്ക്ക്, യോഹന്നാൻ യേശു സ്നേഹിച്ച ശിഷ്യർക്ക്. പ്രിയപ്പെട്ടവരെ, ഇതാണ് പരിശുദ്ധാത്മ നിറവ്. ഈ ചൈതന്യമാണ് പിന്നീട് ആദിമസഭ സ്വീകരിച്ച് ലോകത്തിൻ്റെ അതിർത്തികളോളം അവർ ഈ സുവിശേഷം പ്രഘോഷിക്കുന്നത്. ഇത് യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ ആദ്യമേ സ്വീകരിച്ച ഈ ആത്മശക്തി പരിശുദ്ധ അമ്മയാണ് എന്ന ഉൾക്കാഴ്ച നമുക്കുണ്ടാവുകയാണ്. എന്നിട്ട് തൻ്റെ ആത്മാവിനെ കൈമാറുക മാത്രമല്ല, യോഹന്നാന് ഈ അമ്മയെയും കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണ്. മരണസമയത്ത് ഈശോ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം കൂടിയാണത്. തൻ്റെ ആത്മാവിനെ മാത്രമല്ല, തൻ്റെ സ്വന്തം അമ്മയെ നമുക്ക് തരികയാണ്. പോരെ നമുക്ക് ജീവിക്കാൻ? ഈ അഗ്നി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഈ അമ്മ നമ്മുടെ കൈക്ക് പിടിച്ചാൽ ലോകത്തിലെ ഏത് ശക്തിക്കാണ് നമ്മളെ പരാജയപ്പെടുത്താനാവുക? ഒരു ശക്തിക്ക് നമ്മളെ കീഴ്പ്പെടുത്താനാവില്ല. അതുകൊണ്ടാണ് ബൈബിളിൻ്റെ ഭാഷ്യത്തിൽ തുടക്കം മുതൽ നമ്മൾ വായിച്ചാൽ മനസ്സിലാകും, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള യാത്രയിൽ ഈ ആത്മശക്തിക്ക് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. കാരണം ഇതൊരു ജീവനദിയാണ്. ഈ ജീവനദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ഏദനിലൂടെ ഒഴുകിയ 4 നദികൾ. ഈ നദികൾ നമുക്കറിയാം, 2 നദികൾ, ഗിഹോണും പിഷോണും. ആ 2 നദികളെക്കുറിച്ച് നമുക്കൊരറിവില്ല, ചരിത്രത്തിൽ അതില്ല.
എന്നാൽ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളുണ്ട്, അത് ഭൂമിയിലെ നദികളാണ്. എന്നാൽ ഇത് കൂടാതെയുള്ള 2 നദികൾ, ഗിഹോൺ, പിഷോൺ, ദൈവശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുന്നത് അതൊരു സ്വർഗീയ നദിയാണ്. അങ്ങനെ സങ്കല്പങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. സ്വർഗത്തിൻ്റെ നദികൾ ഭൂമിയിൽ ഇങ്ങനെ പതിക്കുകയും അവിടെ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാവുകയും ചെയ്യുന്ന ധാരാളം സങ്കല്പങ്ങളൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗീയ നദി ഈ ഭൂമിയിലെ നദിയിൽ പതിച്ചപ്പോൾ അവിടെ നിന്ന് അത് ഒഴുകാൻ തുടങ്ങി. അതാണ് ഏദൻ. ഈ ഏദനെക്കുറിച്ച് പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. ഏദനിൽ സമൃദ്ധമായ ജീവനാണ്. 24 മണിക്കൂർ മാസം തോറും ഫലങ്ങൾ തരുന്ന ധാരാളം ഫലമൂലാദികളുള്ള ഈ തോട്ടത്തിൻ്റെ നിറവ്, എല്ലാ തരത്തിലും തലങ്ങളിലുമുള്ള സമൃദ്ധിയുടെ സ്പേസാണിത്. ഇതാണ് പറുദീസ, മതിലുകളാൽ ചുറ്റപ്പെട്ട സ്ഥലം. ഈ സ്പേസ് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഈ നദി അവിടെ നിന്ന് ഒഴുകുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഈ നദി പുറപ്പെട്ട് ഭൂമിയിലൂടെ ഒഴുകി ദേവാലയത്തിൻ്റെ പൂമുഖത്തുകൂടി ഒഴുകി ഇങ്ങനെ വെളിപാടിൻ്റെ പുസ്തകമൊക്കെ വരുമ്പോൾ അങ്ങ് അതിൻ്റെ 21-ാം അധ്യായത്തിൽ, 22-ാം അധ്യായത്തിൽ, ഏറ്റവും അവസാനത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുകയാണ് ഈ നദി കുഞ്ഞാടിൻ്റെയും ദൈവത്തിൻ്റെയും സിംഹാസനത്തിൻ്റെ അടിയിലൂടെ ഒഴുകുന്ന നദിയാണ്. ഈ നദി എന്താണെന്ന് യോഹന്നാൻ ശ്ലീഹ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഈ നദി എവിടെ നിന്നാണ് ഒഴുകുന്നത് എന്നും വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഈ നദി ഒഴുകുന്നത് ഒരു തടിയിൽ നിന്നാണെന്നും ഈ തടി കുരിശാണെന്ന് പത്രോസ് ശ്ലീഹായും 1 പത്രോസിൻ്റെ 2-ാം അധ്യായം 24-ാം തിരുവചനത്തിലും പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ നദി ഒഴുകുന്നത് ഒരു കുരിശിൽ നിന്നാണ്. ഈ കുരിശ് മരണത്തിൽ അവൻ്റെ വിലാപിൽ നിന്ന് പൊട്ടി ഒഴുകിയ നദിയാണ് ഈ പരിശുദ്ധാത്മാവ്. ഈ നദി ചെന്ന് പതിച്ചത് പരിശുദ്ധ അമ്മയിലാണ്, ആദിമ സഭയിലാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് ഈ സഭ പിന്നീട് ലോകത്തിൻ്റെ അതിർത്തികളോളം ഒഴുകാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ശക്തമായി ആവസിക്കാതെ ഈ ലോകത്തിൻ്റെ ജീർണതകളെ, ഈ ലോകത്തിൻ്റെ അപകടങ്ങളെ, അപജയങ്ങളെ നമുക്ക് അതിജീവിക്കാനാവുകയില്ല. അതിനാൽ പരിശുദ്ധാത്മാവിൻ്റെ ഈ ശക്തിക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇറ്റ്സ് ആൻ എനർജി. നമുക്കറിയാം, ഇതൊരു ഊർജ്ജമാണ്, ഇതൊരു പോസിറ്റീവ് എനർജിയാണ്. റൂഹ, ഹോളി സ്പിരിറ്റ്, ഇതാണ് സഹായകൻ, ഇതാണ് പാറക്കലീത്ത, ഇതാണ് നമുക്ക് വേണ്ടി വാദിക്കുന്നവൻ. ഇതല്ലേ നമ്മുടെ സുവിശേഷം. നമുക്ക് വേണ്ടി വാദിക്കുന്ന, നമ്മളെ പൊതിയുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മൾക്ക് വേണ്ടി അഗ്നിയായി വെളിച്ചമായി തീരുന്ന പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, ഈ ആത്മനിറവിന് വേണ്ടി, ആത്മശക്തിക്ക് വേണ്ടി നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം. അത് അമ്മയുടെ ആഗ്രഹമാണ്. വീണ്ടും ആ പ്രാർത്ഥന നമ്മൾ കൂടെ ചൊല്ലണം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളിൽ വന്ന് നിറയണമേ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ശക്തി, ഇതിനു വേണ്ടി സാധാരണക്കാർ പോലും കൊതിക്കുന്നൊരു കാലമാണ്. സാധാരണക്കാരുടെ ഇടയിൽ പോലും ഇങ്ങനെയുള്ള ശക്തിയൊക്കെ ഉണ്ട്. ഞാൻ ആ സംഭവം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, എന്നാലും അതെന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ളൊരു സംഭവമായതുകൊണ്ട്. ജീസസ് യൂത്തിലെ ഒരു പെൺകുട്ടിയുടെ ജീവിതകഥയാണ്. അവളുടെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ ബിഗ് ഷോപ്പറിൽ കുറേ പൊതികളും ചോറ് പൊതികളും ഒക്കെ ആയിട്ട് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കൊണ്ടുപോകും, ഭിക്ഷക്കാർക്കൊക്കെ കൊടുക്കും. അങ്ങനെ ഒരു ദിവസം അവളിങ്ങനെ ഉച്ചഭക്ഷണവുമായിട്ട് തെരുവിലൂടെ നടക്കുമ്പോൾ ഒരു പിച്ചക്കാരൻ ഏതോ ഒരു ഹോട്ടലിലെ വീപ്പയിൽ നിന്ന് ഈ എച്ചിലൊക്കെ വടിച്ചു കൂട്ടി ചളുങ്ങിയ പാത്രത്തിലിട്ടൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ കുത്തിയിരുന്ന് ഭക്ഷിക്കുവാൻ ശ്രമിച്ചപ്പോൾ വേദനയോടെ ഈ കൊച്ച് ഈശോയെ ആ മുഖത്ത് കണ്ടിട്ട് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, അമ്മാവ അതൊന്നും കഴിക്കാതെ ദേ ഞാൻ തരുന്ന ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഈ ഭക്ഷണം കൊടുത്തു. അത്രേ. ഈ ഭക്ഷണം ഈ മനുഷ്യൻ പറയാറുന്ന കരങ്ങളോടെ ഇത് തുറന്ന് ഒരു പിടി ചോറ് ഈ മനുഷ്യൻ കഴിച്ചിട്ട് ഈ കുഞ്ഞ് പോകാതെ നിൽക്കുന്ന ഈ കുഞ്ഞിനോട് ചോദിച്ചു, മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ? അവൾ ചോദിച്ചു, എങ്ങനെ? അല്ല, ഞങ്ങൾ പിച്ചക്കാരിങ്ങനെ നടക്കുന്നു, നീ വലിയ വീട്ടിലെ കൊച്ചല്ലേ, നീ എന്താ ഞങ്ങളുടെ കൂടെ നടക്കണേ? ആ കൊച്ചു പറഞ്ഞു, അമ്മാവ ഞാനും ഒരു പിച്ചക്കാരിയാണെന്ന് പറഞ്ഞു. ഞാനും ഒരു പിച്ചക്കാരി, പൈസയൊക്കെ ഉണ്ടെന്നേ ഉള്ള അമ്മാവ, പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി ഒരു കുഞ്ഞിക്കാലി കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ടവർ, ഈ മനുഷ്യൻ്റെ തൊണ്ടയിൽ ചോറ് കുരുങ്ങി വേദനയോടെ ഈ മനുഷ്യൻ ഈ കുഞ്ഞിനോട് ചോദിച്ചു, മോളെ ഒന്നും തോന്നല്ലേ, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ?
അവൾ പറഞ്ഞു, പ്രാർത്ഥിച്ചോ. ഈ മനുഷ്യൻ തൊഴുതു നിന്ന് ഈ എച്ചിക്കൈ അവസാനം തുടച്ചിട്ട് കുഞ്ഞിൻ്റെ നെറുകയിൽ വെച്ച് ഒറ്റ പ്രാർത്ഥന, അപ്പാ എൻ കുളന്തെ പാറപ്പ, എൻ കുളന്തെ അനുഗ്രഹിക്കപ്പ, ഒരു കുളന്തെ കൊടപ്പ. ഈ കൊച്ച് അടുത്ത വർഷത്തെ ജീസസ് യൂത്തിൻ്റെ മാഗസിനിൽ ഇപ്രകാരം കുറിച്ചു വെച്ചത്രേ സാക്ഷ്യമായി, ഈ ദരിദ്രൻ്റെ നിലവിളി ആകാശമേഘങ്ങളെ തുളച്ച് കയറിയിട്ട് എൻ്റെ ദൈവം എനിക്കൊരു കുഞ്ഞിനെ തന്നു. പ്രിയപ്പെട്ടവർ, ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ കോട്ടും സ്യൂട്ടും ഒന്നും ഇടണമെന്നില്ല. ഈ ആത്മനിറവ് വേണമെങ്കിൽ സാധാരണക്കാരുടെ ഇടയിലും ഈ ശക്തിയുണ്ട്, വിളിച്ചിറക്കാൻ കഴിവുള്ള ശക്തി. അതിനാൽ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ് ഈ ആത്മനിറവോടെ ജീവിക്കാൻ വേണ്ടി. സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എരിവുള്ള, തീക്ഷ്ണതയുള്ള, ആത്മശക്തിയുള്ള ദൈവമക്കൾ സഭയിൽ ഉണർന്നെഴുന്നേൽക്കട്ടെ. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ഹൃദയം സന്തോഷിക്കട്ടെ. നമുക്ക് ഈ ആരാധനയിലേക്ക് പ്രവേശിക്കാം. അമ്മ വഴികളിലൂടെ നടന്ന് നമുക്ക് പൂർണ്ണതയിലേക്ക് പ്രവേശിക്കാം. ആകാശം പിളർന്ന് വന്നിടണേ കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം വിറകൊണ്ടിടട്ടെ. നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം വിറകൊണ്ടിടട്ടെ. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. ജലത്താൽ കവിയും പോലെ മലകൾ കാർമേഘത്താൽ നിറയും പോലെ സമുദ്രം ജലത്താൽ കവിയും പോലെ മലകൾ നിന്റെ സാന്നിധ്യവും ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്റെ സാന്നിധ്യവും ഞങ്ങളിൽ നിറയ്ക്കണമേ. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ആരാധിക്കുന്നു. ഈ ലോകത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഏകപരിഹാരം അങ്ങാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. സങ്കീർത്തനം 77:10 അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നു, അത്യുന്നതൻ്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണമെന്ന് ഞാൻ പറഞ്ഞു. ദുഃഖത്തിനൊരു കാരണം മാത്രമേ തിരുവചനം പറയുന്നുള്ളൂ. അത്യുന്നതൻ്റെ ശക്തി നമ്മിൽ പ്രകടമാകുന്നില്ല. ദൈവമേ, അങ്ങയുടെ ശക്തിക്ക് വേണ്ടി ഞങ്ങൾ ദാഹത്തോടെ പ്രാർത്ഥിച്ച് അങ്ങേ ആരാധിക്കുന്നു. ഈ അഭിഷേകം നിലനിൽക്കുവാൻ സഹായിക്കണമേ. സീനായ് മലയിൽ അന്ന്
അന്ന് ശോഭിതനായതുപോ നിന്റെ രൂപവും നിന്റെ ഭാവവും ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്റെ രൂപവും നിന്റെ ഭാവവും ഞങ്ങളിൽ നിറയ്ക്കണമേ. കർത്താവേ ആകാശം പിളർന്ന് വന്നിടണേ. കർത്താവേ ആകാശം പിളർന്ന് വന്നിടണേ. ആത്മനിറവിന് വേണ്ടി ആഗ്രഹിച്ചു കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചു ദാഹത്തോടെ പ്രിയപ്പെട്ട മക്കൾ പ്രാർത്ഥിക്കുന്നു. അമ്മ വഴിയെ ഞങ്ങൾ നടക്കാൻ ആഗ്രഹിച്ചു. അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം, സ്തുതിക്കാം. ഓ ദൈവത്തിന്റെ ശക്തിയെ, ഉന്നതനായ റൂഹായെ, ആദിമസഭയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ഉൽപ്പത്തിയിൽ രേഖപ്പെടുത്തുന്നത് പോലെ വെള്ളത്തിന്റെ മീതെ ചലിച്ചു നിന്ന പരിശുദ്ധാത്മാവേ, പിതാക്കന്മാരിൽ ജ്വലിച്ച പരിശുദ്ധാത്മാവേ, പ്രവാചകന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, അവിടുത്തെ പരിശുദ്ധദാസരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, സ്ലീഹന്മാരെ വഴി നടത്തിയ പരിശുദ്ധാത്മാവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നും ചെയ്യുന്ന പരിശുദ്ധാത്മാവേ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ വഴികളിലൂടെ നടന്ന് നമ്മൾ നാളെ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കുകയാണ്. ഇന്ന് 7-ാം ദിവസം പരിശുദ്ധ അമ്മയുടെ 8 നോമ്പ് പെരുന്നാളിൽ സംബന്ധിച്ച് നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന നമുക്ക് എല്ലാ സ്വർഗീയ നൽവരങ്ങളും വാങ്ങിത്തരാൻ അവൾ നമ്മളോടൊപ്പം നിൽക്കുകയാണ്. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നിന്ന് അവിടുന്ന് നൽവരങ്ങൾ നൽകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സ്നേഹഹൃദയം നമുക്ക് വെളിപ്പെട്ട് കിട്ടും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ സഭ മുഴുവനും വേണ്ടിയിട്ടാണ്. തിരുസഭ മുഴുവനെ പരിശുദ്ധ അമ്മയുടെ ശക്തിയേറിയ മധ്യസ്ഥത്തിന് നമുക്ക് സമർപ്പിക്കാം. തിരുസഭ നാം ഓരോരുത്തരുമാണ്. നമ്മെയാണ് ദൈവം ഈ നൽവരങ്ങളും നിക്ഷേപങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നത്. അവിടുത്തെ പദ്ധതികൾ ഒരിക്കലും പരാജയപ്പെടില്ല. അതിനാൽ തിരുസഭയ്ക്കെതിരെ നിൽക്കുന്ന നാരകീയ ശത്രുക്കൾക്ക് അവൻ്റെ തല തകർക്കുവാൻ പരിശുദ്ധ അമ്മയുടെ സഹായം നമ്മൾ യാചിക്കണം. പരിശുദ്ധ അമ്മ സഭയുടെ ഏതെല്ലാം തലങ്ങളിൽ വിഘടനങ്ങൾക്കും വിഭാഗീയതകൾക്കും മുറിവുകൾക്കും പടലപ്പിണക്കങ്ങൾക്കും കാരണമാകുന്നുണ്ടോ, അതിന് പരിഹാരമായി ഞങ്ങൾ ഈ 8 നോമ്പ് സമർപ്പിച്ചമ്മയെ പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസത്തിൽ പരിശുദ്ധമ്മയുടെ ശക്തിയേറിയ മാധ്യസ്ഥം തിരുസഭയ്ക്കുണ്ടാകണം, പിതാക്കന്മാർക്കുണ്ടാകണം. പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനിയെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ പിതാക്കന്മാരെല്ലാം സമർപ്പിക്കുന്നു, ഞങ്ങളുടെ വൈദികരെ, സന്യസ്തരെ, സമർപ്പിതരെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ പ്രേക്ഷിതരെ, പ്രേക്ഷിത ശുശ്രൂഷകളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ സകലാത്മായരെയും, ഞങ്ങളുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ യുവജന ശുശ്രൂഷകളെ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കുന്ന ഭക്ത സംഘടനകളെ, ഈ ദേശത്തിന് നന്മ ചെയ്യാൻ വേണ്ടി തിരുസഭയിൽ ഒരുക്കുന്ന, ഇടവകകളിൽ ഒരുക്കുന്ന എല്ലാ ശുശ്രൂഷകളെ ഇതാ ഞങ്ങൾ പരമേൽപ്പിക്കുന്നു. വചനമേറ്റു പറഞ്ഞുകൊണ്ട് ഈ സമയം പരിശുദ്ധ സഭയിൽ വലിയൊരു ബന്ധക്കുസ്ത, ഒരു പുതിയ ബന്ധക്കുസ്ത പരിശുദ്ധ അമ്മ ഇടപെട്ട് നൽകണമേ. അനേകരെ അമ്മ തട്ടി ഉണർത്തണമേ, ദേശത്തെ ഉണർത്തണമേ. തിരുസഭയുടെ അനർഘളമായ കൃപാവരങ്ങളെ സ്വീകരിക്കുവാൻ ഈ ലോകത്തെ ഒരുക്കണമേ എന്നാഗ്രഹിച്ചുകൊണ്ട് ലൂക്ക 1:35 വചനം ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. വചനത്തിൻ്റെ ശക്തി തിരുസഭ മുഴുവനും നിറയട്ടെ. ഏറ്റുപറയാം. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവിനോട് നമ്മൾ ദാഹത്തോടെ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ശക്തി സഭയിൽ നിറയാൻ ആഗ്രഹിക്കണം.
പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, സ്ലിഹന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ രടികൾ ഏറ്റുപാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ഉയരുന്നു പരിമളധൂപം പോൽ മറിയത്തിൽ നിന്നും. പ്രാർത്ഥന ഉയരുന്നു, പ്രാർത്ഥന ഉയരുന്നു പരിമളധൂപം പോൽ മറിയത്തിൽ നിന്നും. പ്രാർത്ഥന ഉയരുന്നു. യാചിച്ച് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകട്ടെ. അവൻ ചോദിച്ച്, അവൾ ചോദിച്ച് പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി വാങ്ങിത്തരട്ടെ. സ്ലേഹന്മാരിൽ നിറഞ്ഞ പരിശുദ്ധ റൂഹ ഞങ്ങൾ നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പരിശുദ്ധാത്മശക്തിക്ക് വേണ്ടി നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ഉയരുന്നു പരിമളധൂപം പോൽ മറിയത്തിൽ നിന്നും. പ്രാർത്ഥന ഉയരുന്നു, പ്രാർത്ഥന ഉയരുന്നു പരിമളധൂപം പോൽ മറിയത്തിൽ നിന്നും. പ്രാർത്ഥന ഉയരുന്നു. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യേശ്വരിക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, റൂഹായുടെ അഭിഷേകം നമ്മൾ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങണം. കാരണം നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സഭയുടെ ശക്തിയാണ്. നമ്മിൽ നിറയുന്ന ആത്മനിറവ് സഭയെ മുഴുവനും വ്യാപരിക്കും. 1 യോഹന്നാൻ 4:4 പറയും, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിറയുമ്പോൾ ലോകത്തിലെ സർവ്വശക്തികളെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു: എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. ഈ വരം കൂടെ കൂടെ നമുക്ക് ഉജ്ജ്വലിപ്പിക്കണം. എങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമുക്ക് ഈ സഭയുടെ സകല മേഖലകളിലും വിജയം വരിക്കാനാവുകയുള്ളൂ. അതുകൊണ്ട് ഭൂമിയിലെ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഈ അഗ്നി സ്വീകരിച്ചുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി റുഹായേ വരണമേ, അഗ്നിയായി വരണമേ, ജീവനായി വരണമേ, ശക്തിയായി വരണമേ എന്ന് ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ആത്മാവേ, സ്നേഹസ്വരൂപനായ അഗ്നിസ്വരൂപനായ റുഹായേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ജീവൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ തളരുന്ന ആത്മാക്കളിലേക്ക്, തളരുന്ന മനസ്സുകളിലേക്ക്, തളരുന്ന ശരീരത്തിലേക്ക് അഗ്നിസ്വരൂപനായ റുഹായേ എഴുന്നള്ളി വരണമേ. ജ്ഞാനമായി, സ്നേഹമായി, വിശുദ്ധിയായി, ശക്തിയായി എഴുന്നള്ളി വരണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് റുഹായ്ക്ക് വേണ്ടി ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ചേർന്ന് പാടാം. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. പരിശുദ്ധ വേണ്ടി ദാഹത്തോടെ കത്തിപ്പടരണമേ. പരിശുദ്ധാമയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്ന് അരുളി ചെയ്ത ദൈവമേ, ആ അത്യുന്നതന്റെ ശക്തി ഈ ദാസരിലേക്ക് വന്നു നിറയാൻ പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധ അമ്മയുടെ അഭിവാദന സ്വരം കേട്ടപ്പോ എലിസബത്തിൽ ശിശു കുതിച്ചു ചാടി. അവൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അമ്മയുടെ സ്വരം കേട്ട് ഈ സമയം അമ്മയുടെ പിറന്നാളിൽ അമ്മയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സകലരിലും പരിശുദ്ധാത്മാവ് നിറയട്ടെ. പരിശുദ്ധ റൂഹായേ, പരിശുദ്ധാത്മാവേ, സഹായകനായ റൂഹായേ എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
കരങ്ങൾ കൂപ്പി പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം തിരുവചനം പറയുന്നു, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. തിരുസഭയിൽ നുണകൾ പകരുമ്പോൾ, തിരുസഭയിൽ സാത്താൻ നുണകൾ വിതയ്ക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിച്ചാൽ ഈ സത്യാത്മാവ് നമ്മളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. തിരുസഭയുടെ അപജയത്തിനും ജീർണതകൾക്കും പിണക്കങ്ങൾക്കും വിഭാഗീയതകൾക്കുമൊക്കെ കാരണമാകുന്നത് സത്യം നഷ്ടപ്പെടുന്നത് കൊണ്ടല്ല, മറിച്ച് നുണകൾ പെരുകുന്നത് കൊണ്ടാണ്. അതിനാൽ സത്യത്തിൽ നമ്മൾ മുറുകെ പിടിക്കാൻ സത്യാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ പരിശുദ്ധ സഹായം നമ്മൾ യാചിക്കണം. യോഹന്നാൻ 16-ാം തിരുവചനത്തിൽ ഈശോ വ്യക്തമായി പഠിപ്പിച്ചു, ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. ഈ സഹായകനായ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി വാദിക്കാൻ ദൈവം തന്ന മറ്റൊരു സഹായകനാണവൻ. എനിക്ക് വേണ്ടി നിലയുറപ്പിക്കുന്ന, എനിക്ക് വേണ്ടി നിലകൊള്ളുന്ന എൻ്റെ പാറക്കലിത്ത സഹായകൻ, എനിക്ക് വേണ്ടി വാദിക്കുന്നവൻ. അതിനാൽ അവനെ വിളിച്ച് നമ്മൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. ഈ രടികൾ ഏറ്റുപാടിക്കൊണ്ട് ആത്മനിറവിന് വേണ്ടി ദാഹത്തോടെ യാചിക്കാം. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ദൈവാത്മാവ് നമ്മെ ഭരിക്കുവാൻ, തിരുസഭയെ ഭരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദാഹത്തോടെ പാടാം. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, സഭയിൽ വിശ്വാസത്തിൻ്റെ വരം നൽകണമേ, രോഗശാന്തിയുടെ വരം നൽകണമേ, അത്ഭുത പ്രവർത്തനങ്ങളുടെ വരങ്ങൾ നൽകണമേ. പരിശുദ്ധാത്മാവേ, സഭയ്ക്ക് പ്രവചനവരങ്ങൾ നൽകണമേ. പരിശുദ്ധാത്മാവേ, വിവേചനത്തിൻ്റെ വരം പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് നൽകണമേ. ഭാഷാവരം നൽകി അനുഗ്രഹിക്കണമേ. വ്യാഖ്യാന വരങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, തിരുസഭയിൽ നിറയണമേ. ദാഹത്തോടെ തിരുസഭയ്ക്ക് വേണ്ടി, പിതാക്കന്മാർക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി, സകല പ്രേക്ഷിതർക്ക് വേണ്ടി, അൽമായർക്ക് വേണ്ടി, എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരിക്കൽ കൂടി ദാഹത്തോടെ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. സ്നേഹത്തോടെ പാടി പ്രാർത്ഥിക്കാമോ? പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് സ്നേഹം നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് ആനന്ദം നൽകണമേ. തിരുസഭയിൽ പരിശുദ്ധാത്മാവേ ക്ഷമ നൽകി, ദയ നൽകി, നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും നൽകി. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ദാഹത്തോടെ ചേർന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, വരദാന ഫലങ്ങളാൽ നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, സഭയിൽ ജ്ഞാനം നൽകണമേ, സഭയിൽ വിവേകം നൽകണമേ, സഭയ്ക്ക് ഉപദേശം നൽകണമേ, സഭയെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, അറിവും ദൈവഭക്തിയും ദൈവഭയവും ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, സഭയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞങ്ങൾ കരങ്ങൾ നീട്ടി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിലെ സകല വിഘടനങ്ങളെയും സകല വിഭാഗീയ ചിന്തകളെയും പരിശുദ്ധ റൂഹായ എഴുന്നള്ളി വന്ന് തകർക്കണമേ. ദൈവാരൂപി വരുമ്പോൾ ദുഷ്ടാരൂപി ഓടി ഒളിക്കുമല്ലോ. പരിശുദ്ധാത്മാവേ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം അമ്മയുടെ 8 നോമ്പിൽ
നോമ്പെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട മക്കളോട് ചേർന്ന് സഭയ്ക്ക് വേണ്ടി ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന സകലരോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ നിത്യസഹായം ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടി നമുക്ക് ചേർന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, സഭയിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ആത്മശരീര മനസ്സുകളെ ദൈവാത്മാവ് ഭരിക്കട്ടെ. നമ്മുടെ ഭാവനകളെ, ജോലി, യാത്രാവേളകളെ പരിശുദ്ധാത്മാവ് ഭരിക്കട്ടെ. പഠനം, രോഗ ദുരിതങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഭീതി ഉണർത്തുന്ന വേളകൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തോൽവികൾ, ഇവയിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ ശക്തി ഭരിക്കട്ടെ. സാത്താൻ നമുക്കെതിരെ ഭക്തി ഉണർത്തുമ്പോൾ ദൈവത്തിന്റെ ആത്മാവെ എഴുന്നള്ളി വരണമേ. പ്രലോഭകൻ തന്ത്രങ്ങൾ ഒരുക്കി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വേട്ടയാടുമ്പോൾ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വിരഹവേദനകൾ കൊണ്ട് മനസ്സ് നീറുമ്പോൾ പരിശുദ്ധാത്മാവേ, പ്രതീക്ഷയറ്റുപോകുമ്പോൾ, ഞങ്ങളുടെ ആശകളെല്ലാം തകരുമ്പോൾ, ഞങ്ങളുടെ പ്രയത്നങ്ങൾ നിഷ്ഫലമാകുമ്പോൾ, ഞങ്ങളുടെ സ്നേഹിതർ ഞങ്ങൾ അകന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ഭരിക്കണമേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിൽ ഉണരാ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിൽ ഉണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ദാഹത്തോടെ അടികൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ ദിവസം നമുക്കൊരു ത്യാഗപ്രവൃത്തി ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പ്രേരിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ ഇന്ന് തന്നെ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് സാധിക്കുന്നവരൊക്കെ മുട്ടിന്മേൽ നിന്ന് തന്നെ പരിശുദ്ധാത്മാവിനോട് ശക്തമായി അല്പനേരം സ്തുതിച്ച് പ്രാർത്ഥിക്കണം. ഒരു 10 മിനിറ്റ് സമയമെങ്കിലും പരിശുദ്ധാത്മാവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ ആത്മനിറവുള്ളവരെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആത്മശക്തിയിൽ വ്യാപരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങളെ നേരിടാൻ കരുത്തുണ്ടാവൂ. പരിശുദ്ധ അമ്മയോടൊപ്പം അമ്മയുടെ സൈന്യത്തിൽ അണിചേരുന്ന നാരകീയ ശത്രുക്കളെ തകർക്കുവാൻ നമുക്ക് ശക്തി കിട്ടുന്നത് ആത്മനിറവ് നമുക്കുണ്ടാകുമ്പോഴാണ്. അതിനാൽ ഈ ആരാധനയിൽ ഒരിക്കൽ കൂടി പ്രത്യേകം നാം പ്രാർത്ഥിക്കുകയാണ്. ലൂക്ക 1:35 ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. തിരുസഭ മുഴുവനെയും പരിശുദ്ധാമ്മയുടെ ശക്തിയേറിയ മാധ്യസ്ഥത്തിന് സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നാം പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ റൂഹ എഴുന്നള്ളി വന്ന് അനുഗ്രഹിക്കുവാൻ ഈ ആരാധനയിൽ നമുക്ക് കരങ്ങൾ കൂപ്പി ശിരസ്സു വണങ്ങി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായി ദാഹിക്കാം. ആത്മാവിൽ ആരാധന, തീയാൽ അഭിഷേകമേ, ആത്മാവിൽ ആരാധന, തീയാൽ അഭിഷേകമേ, ആത്മാവിൽ ആരാധന, തീയാൽ അഭിഷേകമേ, അഗ്നിയാൽ അഭിഷേകം ചെയ്തിടുക, നിന്റെ ദാസന്മാർ ജ്വലിച്ചിടട്ടെ. അഗ്നി
അഗ്നിയാൽ അഭിഷേകം ചെയ്തിടുക. നിന്റെ ദാസന്മാർ ജ്വലിച്ചിടട്ടെ. രാജ്യങ്ങൾ വിറയ്ക്കട്ടെ. യേശുവിൻ നാമത്തിൽ ദാസന്മാർ പുറപ്പെടട്ടെ. ആത്മാവിൽ ആരാധന, തീയാൽ അഭിഷേകം. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മാതാവിനോടുള്ള ഇന്നത്തെ പ്രാർത്ഥന. വിശുദ്ധിയുടെയും വിശ്വാസത്തിൻ്റെയും നിറകുടമേ, അങ്ങയുടെ മധ്യസ്ഥ ശക്തി ഞങ്ങളുടെ ജീവിതത്തിലെ ഇല്ലായ്മകളിൽ പ്രകടമാക്കണമേ. അപകടസന്ധിയിൽ അഭയമായിരിക്കുന്ന എൻ്റെ അമ്മേ, ഏറ്റവും കഷ്ടപ്പെടുന്ന എന്നെയും കുടുംബത്തെയും, അങ്ങേ സഹായം യാചിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും, അങ്ങേ സഹായം യാചിക്കുന്ന സകലരെയും സഹായിക്കണമേ. വിശ്വാസത്തോടെ അങ്ങേ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും, പ്രത്യേകിച്ച് എൻ്റെ പ്രത്യേക നിയോഗവും അങ്ങേ ദിവ്യപുത്രന് സമർപ്പിച്ച് സാധിച്ചു തരണമേ. ആമേൻ. അംബികേ നാഥേ കന്യകേ, ത്രിലോകരാജ്ഞിയായി മേവുന്നോളേ, പാടുന്നു ഞങ്ങൾ തൻ മാനസവീണയിൽ നിൻ സ്തുതി ഗീതകങ്ങൾ. അമ്മേ നിൻ സ്തുതി ഗീതകങ്ങൾ.